ഡേയ്സ് ഗോൺ എന്ന ഗെയിമിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതാ. ഡേയ്സ് ഗോൺ അതിജീവനത്തിന്റെയും സ്നേഹത്തിന്റെയും കഥ. സോണി ബെൻ സ്റ്റുഡിയോ വികസിപ്പിച്ച് 2019 പുറത്തിറങ്ങിയ ഓപ്പൺ വേൾഡ് ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് ഡേയ്സ് ഗോൺ. യുഎസിലെ ഒറിഗോണിൽ ഒരു വൈറസ് ബാധിച്ച് ലോകം തകർന്നതിനു ശേഷമുള്ള 2 വർഷങ്ങളാണ് ഈ ഗെയിമിന്റെ പശ്ചാത്തലം. വൈറസ് കാരണം മനുഷ്യർ അതിവേഗം ഓടുന്നതും കൂട്ടമായി ആക്രമിക്കുന്നതുമായ ഫ്രീക്കേഴ്സ് എന്ന ജീവികളായി മാറിയിരിക്കുന്നു. കഥയുടെ തുടക്കം. വൈറസ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പ്രധാന കഥാപാത്രമായ ഡീക്കൻ സെന്റ് ജോൺ, അയാളുടെ ഭാര്യ സാറ, സുഹൃത്ത് ബൂസർ എന്നിവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. ഗുരുതരമായി പരിക്കേറ്റ സാറയെ നീറോ നാഷണൽ എമർജൻസി റെസ്പോൺസ് ഓർഗനൈസേഷനുടെ ഹെലികോപ്റ്ററിൽ കയറ്റുന്നു. എന്നാൽ 2 പേർക്ക് മാത്രം കയറാൻ സാധിക്കുമായിരുന്നതുകൊണ്ട് ഡീക്കൻ ബൂസറിനൊപ്പം താഴെ തന്നെ നിൽക്കുന്നു. സാറ മരിച്ചുവെന്ന് വിശ്വസിച്ച് ഡീക്കനും ബൂസറും അടുത്ത 2 വർഷം അതിജീവനത്തിനായി ക്യാമ്പുകളിൽ ജോലിയെടുത്തും വേട്ടയാടിയും ജീവിച്ചു. എന്നാൽ ഒരു നീറോ ഓപ്പറേഷനിടെ സാറ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഡീക്കൻ തിരിച്ചറിയുന്നു. ഗെയിം പ്ലേയും അതിജീവനവും. ഡേയ്സ് ഗോൺ ഒരു വലിയ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. കാടുകൾ, തടാകങ്ങൾ, മഞ്ഞുമലകൾ എന്നിവയെല്ലാം മനോഹരമായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലോകം അപകടങ്ങൾ നിറഞ്ഞതാണ്. ഫ്രീക്കർ ഹോഡ്സ്, 100 കണക്കിന് ഫ്രീക്കറുകൾ ഒരുമിച്ച് ആക്രമിക്കാൻ വരും. മാറോഡർ ഗാങ്സ്, അതിക്രൂരരായ മനുഷ്യർ മറ്റുള്ളവരെ കൊന്നുകൊണ്ട് അതിജീവിക്കാൻ ശ്രമിക്കുന്നു. കാട്ടുമൃഗങ്ങൾ, ചെന്നായകൾ, കരടികൾ തുടങ്ങിയ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടണം. ഗെയിമിൽ ഡീക്കന്റെ ജീവൻ നിലനിർത്തുന്നത് അവന്റെ ബൈക്കാണ്. ഇതിനെ ഇന്ധനം നിറയ്ക്കുക, കേടുപാടുകൾ തീർക്കുക, നവീകരിക്കുക എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കയ്യിലുള്ള ആയുധങ്ങൾ, പിസ്റ്റളുകൾ, റൈഫിളുകൾ എന്നിവയെല്ലാം ഉണ്ടാക്കിയെടുക്കാനും നവീകരിക്കാനും സാധിക്കും. നേരിട്ടുള്ള ആക്രമണങ്ങളെക്കാൾ കൂടുതൽ ഫലപ്രദം ഒളിച്ചുള്ള നീക്കങ്ങളാണ്. കഥയുടെ പൂർണ്ണത. സാറയെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ ഡീക്കൻ പല ക്യാമ്പുകളിൽ ജോലികൾ ചെയ്യുന്നു. ഒടുവിൽ നേരോയിലെ ഓബ്രിയൻ എന്ന വ്യക്തിയിൽ നിന്ന് സാറ ജീവിച്ചിരിപ്പുണ്ടെന്നും ഒരു ഗവേഷണ കേന്ദ്രത്തിലാണെന്നും ഡീക്കൻ മനസ്സിലാക്കുന്നു. ഒടുവിൽ ഡീക്കൻ സാറയെ കണ്ടെത്തുന്നു. ഫ്രീക്കർ വൈറസിനെക്കുറിച്ച് ഗവേഷണം ചെയ്യുകയായിരുന്നു അവൾ. സാറയെ രക്ഷിക്കാനും ക്യാമ്പുകൾ സംരക്ഷിക്കാനും ഹോഡുകളെ നേരിടാനും ഡീക്കൻ വലിയൊരു ദൗത്യം ഏറ്റെടുക്കുന്നു. ഒടുവിൽ ഡീക്കൻ സാറയെ രക്ഷപ്പെടുത്തുകയും അവർ ഒരുമിച്ച് പുതിയൊരു ജീവിതത്തിനായി യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. ലോകം ഇപ്പോഴും അപകടകരമാണെങ്കിലും അവർക്ക് പരസ്പരം ഒരു ബന്ധവും ജീവിക്കാൻ ഒരു കാരണവുമുണ്ട്. ഈ ഗെയിം നൽകുന്ന പ്രധാന സന്ദേശം ഇതാണ്: ലോകം എത്ര ഇരുണ്ടതായാലും നമ്മൾ സ്നേഹിക്കുന്നവരെ രക്ഷിക്കാനുള്ള ആഗ്രഹം നമ്മളെ മുന്നോട്ട് നയിക്കും.